ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പഴയ കാലത്ത് ഞാൻ ഒരുപാട് ട്രോമകളിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്. എനിക്കിപ്പോൾ 29 വയസ്സാകാൻ പോകുന്നു. പഴയകാല ട്രോമകളൊക്കെ മാറി അതൊക്കെ മറികടന്നിട്ട് എനിക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ കാലങ്ങൾ മനുഷ്യനെ അഴിച്ചു പണി. പലരും ചെറുപ്പകാലത്ത് ചൈൽഡ്ഹുഡ് ട്രോമകൾ ഇപ്പോഴും ഏറിയിട്ട് അവരെ വളരെ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് ഇപ്പോൾ പലരും കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമകൾ എന്ന് പറയുന്നത് പേരൻസ് തമ്മിലുള്ള വഴക്കുകളും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും ആവാം, അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ അങ്ങനെയുള്ള അവസ്ഥകളും ഉണ്ടായേക്കാം. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ചൈൽഡ്ഹുഡ് ട്രോമകൾ നമുക്ക് വരാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ചിലർ കാലങ്ങൾ എടുക്കും അതിൽ നിന്നൊക്കെ റിക്കവറി ആവാൻ വേണ്ടി. അപ്പോൾ ചിലർ അതിൽ തന്നെ സ്റ്റക്കാവുകയും അത് ഏറിയിട്ട് അടുത്ത തലമുറയിലേക്ക് ആ ഒരു ട്രോമ എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ചിലർ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന പോലെ ആ ചെയിന് മുറിക്കുകയും അടുത്ത തലമുറയിലേക്ക് പോകാതെ രീതിയിൽ ചെയ്യുകയുമുണ്ട്. അപ്പോൾ മനസ്സുണ്ടെങ്കിലേ നമുക്ക് എന്തൊരു കാര്യവും സമാധാനമായിട്ട് ചെയ്യാൻ കഴിയൂ, സമാധാനമായി ഇരിക്കാൻ പറ്റുമോ. നമ്മൾ ഹെൽത്ത് പോലെ സൂക്ഷിക്കേണ്ട ഒന്നാണ് മെൻ്റൽ ഹെൽത്തും. അങ്ങനെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചൈൽഡ്ഹുഡ് ട്രോമകൾ ഇപ്പോഴും ഏറുന്നവരോട് നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുക, അല്ലെങ്കിൽ നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ കൗൺസിലറെയോ കാണുക. അത് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. ചിലർ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന ഒരു സ്റ്റിഗ്മ പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ്. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്തവരായ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം തുറന്നറിയുന്നതിലൂടെ നമ്മൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം.